സൂക്ഷിച്ചിട്ട് വേഗം മുന്നോട്ട് നടക്ക്. ദാ നോക്ക് ജിംബു, ഇവിടെ ഇതാ ഒരു കോണി കാണുന്നു. നമുക്കിതിലോട്ട് മുകളിലേക്ക് കയറി നോക്കാം. അവിടെ ഉണ്ടാകും എന്റെ ആ മാന്ത്രിക മോതിരം. അല്ല ജിംബു, നിന്റെ മോതിരം എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇവിടെ എത്രയോ സ്ഥലമുണ്ട്, അവിടെ എവിടെയായിരിക്കും നിന്റെ മോതിരം ഉണ്ടാവുക? നമുക്കതെങ്ങനെ മനസ്സിലാകും? എന്റെ മോതിരം ഒരു മന്ത്രപ്പെട്ടിയിലാണുള്ളത്. ആ മന്ത്രപ്പെട്ടി കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. വരൂ, നമുക്ക് മുകളിലേക്ക് ചെന്ന് നോക്കാം. അല്ലോ, അതാ വീണ്ടും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ പേടിക്കരുത് എന്ന്. പേടിക്കാതെ മുന്നോട്ട് വാ. അയ്യോ ചേച്ചി, അതാ മുകളിലോട്ട് നോക്ക്. അതാരാ നമ്മളെ നോക്കുന്നത്? എവിടെ? അതാ അവിടെ. അല്ലോ, പ്രേതോ! എന്റെ പഠിച്ചോനെ, പ്രേതോ! അതിപ്പോ നമ്മുടെ ചോര കുടിക്കും. നമ്മളിനി എന്ത് ചെയ്യും? നീ പിങ്കി, നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ? പേടിക്കണ്ട, അതൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ്. അതൊന്നും ഉപദ്രവിക്കില്ല. നമ്മൾ പേടിച്ച് തിരിച്ചോടാൻ വേണ്ടി നിന്നതാണത്. എന്റെ ശക്തിയുടെ അരികിൽ അതിന്റെ ശക്തിയൊന്നും ഫലിക്കില്ല. ഈ ജിംബു കുറെ നേരമായല്ലോ പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറയുന്നു. പ്രേതം വന്ന് ചോര കുടിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളോട് ഞാൻ എന്റെ കൂടെ വരാൻ പറഞ്ഞില്ലേ? വരൂ. അയ്യോ, അതാ പ്രേതത്തിന്റെ രൂപം മാറുന്നു. നോക്ക് ജിംബു, അതാ ഇങ്ങോട്ടേക്ക് വരുന്നു. അതിനെ ഓടിക്ക്. ആലംബന വഴിമാറ്. അതാ രൂപം മാറിയ പ്രേതം പോയി. നിങ്ങൾ കണ്ണുമടച്ചെന്റെ കൂടെ വരൂ. അതൊന്നും ചെയ്യില്ല. ഞാനില്ലേ കൂടെ. വരൂ. ഷോ, ഈ ഒരു റൂമിലെത്തിയപ്പോഴൊന്ന് സമാധാനമായത്. അതെ അതെ, ഈ റൂമിനൊരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കാതെ പെട്ടി നോക്ക്. അത് ശരിയാണല്ലോ, നമ്മൾ വന്ന കാര്യം മറന്നുപോയി. ഇവിടെ എങ്ങും ആ പെട്ടി കാണുന്നില്ലല്ലോ. അതെ അതെ, ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ ആ പെട്ടി. അയ്യോ ജിംബു, നമ്മുടെ അന്വേഷണം വെറുതെ ആയോ? ഒരിക്കലുമില്ല. ആ പെട്ടി ഇവിടെ എവിടെയോ ഉണ്ട്. ദാ നോക്ക് ജിംബു, ഇതാണോ ആ പെട്ടി? എവിടെ? അതെ, അത് തന്നെയാണ് ആ പെട്ടി. ഹോ, സമാധാനമായി, പെട്ടി കിട്ടിയല്ലോ. എടാ ജിംബു, എന്റെ മോതിരം അതിലുണ്ടോ എന്ന് നോക്ക്. അല്ലോ, പെട്ടി പൂട്ടിയിട്ടാണല്ലോ ഉള്ളത്. ഇതിപ്പോ എങ്ങനെ തുറക്കും? ഒരു കല്ലെടുത്ത് കുത്തിപ്പൊട്ടിച്ചാലോ? ഷോ, ഒന്ന് മിണ്ടാതിരി പാത്തുമ്മ. അതൊക്കെ ജിംബുവിന് അറിയാം. അറിയാമെങ്കിൽ ഒന്ന് വേഗം തുറക്ക്. എന്തോന്ന് അതിന്റെ ഉള്ളിൽ എന്ന് കാണാൻ കൊതിയായി. ആലംബന, പെട്ടി തുറക്കട്ടെ. ഹായ്, ദാ പെട്ടി തുറന്നു. പെട്ടിയിൽ അതാ മോതിരം ഇരിക്കുന്നു. ജിംബു, നിനക്ക് സന്തോഷമായില്ലേ? നിന്റെ മോതിരം അതാ ഇരിക്കുന്നു. അതെ, നിന്റെ മോതിരം കിട്ടിയില്ലേ? ഇതെനിക്ക് എന്റെ ബാവ സമ്മാനം തന്നതായിരുന്നു. അതാണ് ആ ദുഷ്ടൻ തട്ടിയെടുത്തത്. ഈ മോതിരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഞാൻ വിരലിലണിഞ്ഞാൽ എന്റെ ശക്തി വർദ്ധിക്കും. ആണോ? അതെ. ഈ മോതിരം കിട്ടിയത് സന്തോഷം തന്നെ. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ പുറത്തു കടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അയ്യോ, അതെന്താ? ആ ദുഷ്ടശക്തി അടങ്ങിയിരിക്കില്ല. ഈ മോതിരം കൊണ്ട് പുറത്തു പോകാൻ അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം പുറത്തു കടക്കാൻ. അല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. വാ, നമുക്ക് എത്രയും വേഗം പുറത്തു കടക്കാൻ ശ്രമിക്കാം. ജിംബു, നിന്റെ മോതിരം കിട്ടിയില്ലേ? നമുക്ക് നീ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതെ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് വേഗം രക്ഷപ്പെടാം. രക്ഷപ്പെടാമെന്നോ? എവിടേക്ക് രക്ഷപ്പെടാമെന്ന്? അല്ലോ, അതെവിടുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്? ജിംബു, അതാരുടെ ശബ്ദമാ? പ്രേതത്തിന്റേതാണോ? അതാണ് ഞാൻ പറഞ്ഞ ആ ദുഷ്ടശക്തി. പഠിച്ചോനെ, ദുഷ്ടശക്തിയുടെ പിടിയിൽ നമ്മൾ അകപ്പെട്ടോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ കാര്യം കട്ടപ്പോകയാ. അയ്യോ, പേടിയാവുന്നു. ജിംബു, ഒന്ന് വേഗം വാ, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. നിങ്ങൾ ആ മോതിരം എടുത്തു അല്ലേ? വേഗം ആ മോതിരം അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോട്.
അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ചാമ്പലാക്കി കളയും. ആരടാ നീ? പിന്നിൽ നിന്ന് സംസാരിക്കാണ്ട് മുന്നോട്ടേക്ക് വാ. അല്ലോ, എന്തിനാ ജിംബു നീ ഓനെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്? നമുക്ക് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നിന്നോടാണ് ഞാൻ പറഞ്ഞത് എന്റെ മോതിരം അവിടെ വെച്ചിട്ട് വേഗം രക്ഷപ്പെട്ടുകൊള്ളാൻ. ഈ മോതിരം എന്റേതാണ്. നീയാണിത് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത്. ഞാൻ ആരുടെ സാധനവും മോഷ്ടിക്കാറില്ല. ഇത് ഞാൻ നിനക്ക് തിരിച്ചു തരില്ല. അല്ലോ പ്രേതേ, എനിക്കുമാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു മോതിരണ്ട്, അതെടുത്തോ. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. ദാ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ മുന്നിൽ വന്ന് സംസാരിക്കേ. അല്ലോ കരിമ്പൂതം. പിങ്കി, എനിക്ക് പേടിയാവുന്നു. എന്നോടിപ്പോൾ മൂത്രം ഒഴിച്ചു പോകും. അയ്യോ പാത്തുമ്മ, നിങ്ങൾ മിണ്ടാതെ, എനിക്കും പേടിയാവുന്നുണ്ട്. ജിംബു, നമ്മളിപ്പോൾ എന്താ ചെയ്യാ? മര്യാദയ്ക്ക് എന്റെ മോതിരം തന്നോ. നിന്നോടാ പറഞ്ഞത് എന്റെ മോതിരം തരാൻ. പഠിച്ചോനെ, അത് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നത് നോക്ക്. ഈ ജിംബു എന്തും നോക്കി നിൽക്കുകയാ? അവന്റെ മുന്നിൽ എന്താ അവന്റെ ഒരു ശക്തിയും കാണിക്കാത്തത്? ജിംബു, അവനിക്കിട്ടൊരു പണി കൊടുക്ക്. ഡാ, നീ കുറെ നേരമായല്ലോ ഇവിടെ നിന്ന് ഷോ കാണിക്കുന്നു. നിന്നോടാ പറഞ്ഞത് വഴിയിൽ നിന്ന് മാറാൻ. ഇല്ല, മാറില്ല. എനിക്ക് ആ മോതിരം വേണം. അത് ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ? അത് എന്റെ മോതിരമാണ്. അതെനിക്ക് എന്റെ ഭാവ ഗിഫ്റ്റ് തന്നതാണ്. ഞാനത് ആർക്കും തരില്ല. തന്നില്ലെങ്കിൽ നിന്റെ ശക്തിയെ ഞാൻ ഇല്ലാതാക്കും. ഓഹോ, അത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? എങ്കിൽ അതൊന്ന് കാണട്ടെ. ജും ജും ജും, നശിച്ചു പോകട്ടെ ഇവൻ. അയ്യോ, അവനിപ്പോൾ നമ്മുടെ ജിംബുവിനെ എന്തെങ്കിലും ചെയ്യുമോ? എനിക്ക് പേടിയാവുന്നു. നിന്നോട് മറന്നുപോയോ? ഞാനൊരു ശക്തിമാനാണ്. ഇപ്പോൾ പോരാത്തതിന് എന്റെ കയ്യിൽ ആ മാന്ത്രിക മോതിരവും ഉണ്ട്. അതുകൊണ്ട് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പകരം ഞാനൊന്ന് തുറിച്ചു നോക്കിയാൽ നീ ഇല്ലാതാവും. നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിക്കോ. ഇല്ല, ഞാൻ പോകില്ല. എനിക്ക് ആ മോതിരം കിട്ടാതെ ഞാൻ പോകില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അത് തരില്ല എന്ന്. ജിംബു, അവനെ ഓടിക്ക്. ആലംബന, ദുഷ്ടശക്തി ഇല്ലാതാവട്ടെ. വേഗം ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ. അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ മത്സരിക്കാൻ നിൽക്കരുതെന്ന്. നീ തോറ്റു പോകത്തേ ഉള്ളൂ. നിന്റെ ജീവൻ വേണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിക്കോ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം. അതാ നിനക്ക് നല്ലത്. ജിംബു, എവിടെ അവൻ? അവനെ ഞാൻ പറഞ്ഞയച്ചു. ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. ശരിയാണോ നീ പറയുന്നത്? അതെ, ഇനി നമുക്ക് ആരുടെയും ശല്യം ഉണ്ടാവില്ല. നമുക്ക് എത്രയും വേഗം കോട്ടയുടെ പുറത്ത് കടക്കണം. വരൂ. ഇതുമ്മലുണ്ടല്ലോ ചക്ക. ഇന്ന് എന്തായാലും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം. എത്ര കാലമായി ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട്. കഴിക്കാൻ കൊതിയാവുന്നു. നല്ല രുചിയുണ്ടാകും. ചക്ക നല്ലോണം വട്ടയിലിട്ട് ഇളക്കി ഇളക്കി ഇളക്കി. പറയുമ്പോ തന്നെ നാവിൽ നിന്ന് വെള്ളമൂറുന്നു. അല്ലോ, പക്ഷെ ചക്ക എങ്ങനെ പറിക്കും? പടച്ചോനെ, എനിക്ക് ചക്ക എത്തില്ലല്ലോ. ഇതെങ്ങനെ പറിക്കും ഇനി? ഇവിടെ എവിടെയെങ്കിലും ഒരു കമ്പുണ്ടെങ്കിൽ സുഖമായിരുന്നു. അതുകൊണ്ട് തട്ടിയിടാൻ ചക്ക. പക്ഷെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആവശ്യത്തിന് ഒരൊറ്റ സാധനം എവിടെയും കാണില്ല. ഇനിയിപ്പൊ കമ്പും പരതി എങ്ങോട്ട് പോകാനാ? കിട്ടിയല്ലേ ഒരു കമ്പ്. ഇതുകൊണ്ട് തള്ളിയിടാൻ ചക്ക. അല്ലോ പടച്ചോനെ, ഈ കമ്പ് പൊന്തുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ചക്ക തള്ളിയിടണം. അങ്ങനെ തന്നെ. ഈ വലിയ ചക്ക കിട്ടുന്നൊരു കുത്തു കൊടുക്കാം. അതാവുമ്പോൾ കുറെ പുഴുക്ക് കഴിക്കാമല്ലോ. ഈ ചക്ക എന്താ പോരാത്തത്? എന്താ ചക്ക എനിക്കിത്ര വാശി? നീ എന്താ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണോ? നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. ചക്ക വരുന്നുണ്ടേ. ചക്ക വീണല്ലോ. എന്താണ് ആ ശബ്ദം കേട്ടത്? അതെവിടുന്നാണ് ആ ശബ്ദം കേട്ടത്? ചക്ക വീണതല്ലാതെ വേറെന്തോ ഒരു ശബ്ദം കേട്ടല്ലോ.
ശബ്ദം തന്നെയായിരിക്കുമോ? അല്ലെങ്കിൽ വീണ്ടും ബ്ലാക്ക് മാൻ വന്നോ? പടച്ചോനെ, ഇതത് തന്നെ. ഒന്നുകിൽ കരിമ്പൂതം അല്ലെങ്കിൽ ബ്ലാക്ക് മാൻ. അല്ലോ, ആരാണ് ചിരിക്കുന്നത്? ഇവിടെ എങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ. പിങ്കി, മോളെ പിങ്കി, ഒന്നിങ്ങോട്ടേക്ക് ഓടി വാ. അല്ലോ, വീണ്ടും ആ ചിരി കേൾക്കുന്നുണ്ടല്ലോ. ഇനി പിള്ളേരാരെങ്കിലും എന്നെ പറ്റിക്കുന്നതായിരിക്കുമോ? അല്ലെങ്കിൽ ഇത് ചക്കഭൂതമാണോ? എന്താണ് പുറകിലൊരു നിഴല് പോലെ? അല്ലോ, ബ്ലാ 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 ബ്ലാ. പടച്ചോനെ, ബ്ലാ 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 ബ്ലാ. എന്റെ അല്ലോ, എന്റെ തല പോയേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അല്ലോ, നമ്മളെ രക്ഷിക്ക്. അയ്യോ, ഇതെന്ത് പറ്റി? പാത്തുമ്മയല്ലേ വീണ് കിടക്കുന്നത്? അയ്യോ പാത്തുമ്മ, എന്ത് പറ്റി? പാത്തുമ്മ എങ്ങനെ നിലത്ത് വീണത്? ഈ ചക്ക വെട്ടിയിട്ടത് പോലെ എന്ന് പറയുന്നത് ഇതിനാണോ? അല്ലോ, ബ്ലാ 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 ബ്ലാ. എന്ത് ബ്ലാബ്ലയോ? അതെന്താ ഈ ബ്ലാബ്ല? അത് ചിലപ്പം പിങ്കി പാത്തുമ്മയുടെ മാപ്പിളനെ വിളിക്കുന്നതായിരിക്കും. മാപ്പിള മാപ്പിള എന്ന്. അല്ല മക്കളെ, ബ്ലാബ്ല ബ്ലാബ്ല. എന്റെ പാത്തുമ്മ, നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നത്? ഒന്ന് എഴുന്നേൽക്ക്. ആ ചക്ക ചമ്മന്തിയായി, അല്ലാതെ എന്താ? ചക്ക പറിക്കുമ്പോൾ മരത്തുമ്മൽ നിന്നും വീണതായിരിക്കും. അങ്ങനെയൊന്നും എന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പാത്തുമ്മ, നിങ്ങൾ എന്തോന്നാ ഈ ബ്ലാ 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 എന്ന് പറയുന്നത്? അത് പിന്നെ മോളെ, ഞാനൊരു ബ്ലാക്ക് കൈ കണ്ടു, അതാണ് ഈ ബ്ലാ. ബ്ലാക്ക് കൈയോ? അതെ, നീണ്ട ഒരു ബ്ലാക്ക് കൈ. അത് കരിമ്പൂതത്തിൻ്റെതാണോ അതോ ബ്ലാക്ക് മാൻ്റെതാണോ എന്നൊന്നും എനിക്കറിയില്ല. ആ കൈ കണ്ടതും ഞാൻ തറയിലേക്ക് വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്തൊക്കെയാ പിങ്കി ഈ പാത്തുമ്മ പറയുന്നത്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സത്യമാണ് മക്കളെ ഞാനീ പറയുന്നത്. എനിക്ക് ചക്ക പുഴുക്ക തിന്നാൻ കൊതിയായിട്ട് ഞാൻ ഈ തൊടിയിൽ നിന്നും ചക്ക പറിക്കുകയായിരുന്നു. ദാ ആ കമ്പെടുത്ത് ഞാൻ ചക്ക പറിച്ചിട്ടു. അപ്പോൾ ഇവിടെ നിന്നും ഒരു ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു ചക്ക വീണ ശബ്ദമായിരിക്കുമെന്ന്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ എന്റെ പുറകിൽ ഒരു നിഴൽ. എന്നിട്ടെന്താ, നോക്കുമ്പോൾ അതൊരു ബ്ലാക്ക് കൈയായിരുന്നു. നമ്മളെ ആരോ ഇവിടെ നിന്നും ഫോളോ ചെയ്യുന്നുണ്ട്. ഹോ, എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമുക്കിത് മമ്മിയോടും പപ്പയോടും പറഞ്ഞാലോ? വേണ്ടട അപ്പൂസേ, അവരോട് പറയണ്ട, അവർക്കും കൂടെ പേടിയാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ജിംബുവിനോട് ചോദിക്കാം ആരാണതെന്ന്. അത് നല്ല ഐഡിയ പിങ്കി. നീ അവനെ ഒന്ന് വിളിക്ക്, അവൻ അറിയാൻ പറ്റുമല്ലോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. ഞാൻ വിളിക്കാം. ജിംബൂംബാ, ജിംബാല് ജിംബു വരട്ടെ. കൽപ്പിച്ചാലും ഹുസൂർ. എന്തു പറ്റി? എന്താണ് എല്ലാവരുടെയും മുഖത്തൊരു ഭയം? എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? അത് പിന്നെ ജിംബു, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ 1-2 ദിവസമായി ഞങ്ങളൊക്കെ പേടിച്ചാണ് കഴിയുന്നത്. രാത്രി പുറത്ത് ഞങ്ങളൊരു കറുത്ത രൂപത്തെ കണ്ടു. ഒരു ബ്ലാക്ക് മാൻ. ബ്ലാക്ക് മാനോ? അതെ, ബ്ലാക്ക് മാൻ. അതിങ്ങനെ 2 ദിവസമായി വന്ന് ഞങ്ങളെ പേടിപ്പിക്കുന്നു. അതെ ജിംബു, ഇന്നത് രാത്രിയല്ല വന്നത്, ഇപ്പോൾ പകലാണ്. ഞാൻ ഇവിടെ നിന്നും ചക്ക പറിക്കുകയായിരുന്നു, അപ്പോൾ അതെന്റെ പുറകിൽ. എന്നിട്ടോ പാത്തുമ്മ കണ്ടില്ലേ അതിനെ? ഒരു രൂപം പോലെ മാത്രം കണ്ടു, പെട്ടെന്ന് അത് അപ്രത്യക്ഷമായി. അയ്യോ ജിംബു, ഞങ്ങൾക്കൊക്കെ പേടിയാവുന്നുണ്ട്. അതെ ജിംബു, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക്. ആരായിരിക്കും ജിംബു ആ വരുന്നത്? നിനക്ക് നിന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ഭയപ്പെടാതെ, ഞാനൊന്ന് നോക്കട്ടെ. ആലംബന. എന്താ ജിംബു, വല്ലതും മനസ്സിലായോ? അയ്യോ പിങ്കി, എന്തു പറ്റി?
അയ്യോ പിങ്കി, എന്റെ മന്ത്രശക്തിയൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്ത്? നീ എന്താണ് ഈ പറയുന്നത് ജിംബു? സത്യമാണ് പിങ്കി ഞാനീ പറഞ്ഞത്. എന്റെ മന്ത്രശക്തിയിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ ജിംബു അങ്ങനെ? എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ ഏതോ വലിയ ശക്തിയാണ് ഇവിടെയുള്ളത് എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. അയ്യോ ജിംബു, അപ്പൊ ഇവിടെ ഒരു ആപത്ത് വന്നാൽ നിനക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലേ? എനിക്ക് പേടിയാവുന്നു. ആരായിരിക്കും ആ മന്ത്രശക്തിയുള്ളവൻ? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ പിങ്കി, നീ പേടിക്കണ്ട. എന്റെ ഉള്ള ശക്തി വർക്ക് ചെയ്യുന്ന കാലം വരെ ഞാൻ നിന്നെ സഹായിക്കും. നീ എന്റെ യജമാനനാണ്. നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. അയ്യോ ജിംബു, അതിനിപ്പോൾ ഇവിടെ ആരാ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആ കറുത്ത രൂപക്കാരൻ ആരാണെന്ന് എങ്ങനെ മനസ്സിലാകും? നമുക്ക് കാത്തിരുന്ന് കാണാൻ പിങ്കി. നീ ഭയപ്പെടണ്ട, ഞാനില്ലേ നിന്റെ കൂടെ. ഈ കുഞ്ചസ് എവിടെ പോയി കിടക്കുകയാ? നമുക്ക് പോകേണ്ടതല്ലേ? ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയാൽ അവൻ എപ്പോഴും ഇങ്ങനെയാ. കാണുന്നില്ലല്ലോ അവനെ. എനിക്ക് തോന്നുന്നത് അവൻ ബാത്റൂമിലാ ഉള്ളത് എന്നാ. അവന് പണ്ടേ ഉള്ള സൂക്കേടാ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ ബാത്റൂമിൽ കയറി വാതിലടക്കൽ. അവനെ കൊണ്ട് തോറ്റു. അല്ല പിള്ളേരെ, നിങ്ങൾ എവിടെ പോകുന്ന കാര്യമാ പറയുന്നത്? എല്ലാരും കൂടെ എടുത്തേക്കാ പോകുന്നത്? അതും എന്നോട് പറയാണ്ട്. നിങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അവിടെ ഞാനും ഉണ്ടാകുമെന്ന് അറിയില്ലേ? നിങ്ങളെ നോക്കാനാ എന്നെ ഇവിടെ ആക്കിയത്. എന്നിട്ട് എന്നെ കൂട്ടാണ്ട് നിങ്ങൾ പോന്നാ? അയ്യോടാ അപ്പൂസേ, പാത്തുമാക്കിപ്പം കാര്യങ്ങളൊക്കെ തിരിഞ്ഞാൽ മമ്മിയോട് പറഞ്ഞു കൊടുക്കുമോ? എനിക്കറിയില്ല, ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും. ഷോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാളും കൂടെ എന്തെന്നാ പെറുപെറുക്കുന്നത്? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തെന്നാ എന്നോടും കൂടെ പറ. അത് പിന്നെ നിങ്ങൾ പോകാൻ റെഡിയായതാണോ? ഞാൻ വന്നു. എന്നാ നമുക്കിനി പോകാല്ലേ? ഹോ, പാത്തുമ്മയും വരുന്നുണ്ടോ? ആ അതേടാ, ഞാനും വരുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താ, നിങ്ങൾ പാത്തുമ്മയോട് കാര്യം പറഞ്ഞില്ലേ? അത് പിന്നെ ഞങ്ങൾ ഭൂതത്താൻ കോട്ടയിലേക്കാ പോകുന്നത്. എന്ത്? എവിടേക്ക്? അത് ഇവിടെ അടുത്തുള്ള ബംഗ്ലാവല്ലേ? അതെ, അത് തന്നെ. കേട്ടപ്പോൾ തന്നെ ഞാൻ തളർന്നു. എന്തിനാ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്? അപ്പ ഇവര് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ലടാ മണ്ട, ഞങ്ങളൊന്നും പറഞ്ഞില്ല. പാത്തുമ്മ അറിഞ്ഞിട്ട് മമ്മിയോട് പറയണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ല. അയ്യോ, അപ്പ ആകെ കുളമായോ? ഇനിയിപ്പ എന്താ ചെയ്യാ? അല്ല പിള്ളേരെ, നിങ്ങൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത്? ആരാരാ ഉള്ളത്? പാത്തുമ്മ, നിങ്ങൾ പേടിക്കാതെ. അവിടെ ഒരു ദുഷ്ടശക്തിയുണ്ട്. ആ ദുഷ്ടശക്തിയെ നേരിടാനാണ് ഞങ്ങൾ പോകുന്നത്. അല്ലോ, ദുഷ്ടശക്തിയോ? ഇവിടെ നല്ല ശക്തിനെ തന്നെ നേരിടാനാവുന്നില്ല. അന്നേരം നിങ്ങൾ ദുഷ്ടശക്തിയെ നേരിടാൻ പോകുന്നത്? നിങ്ങൾക്കെന്താ പിള്ളേരെ ഭ്രാന്തായോ? പാത്തുമ്മ, നമ്മുടെ കൂടെ ജിംബുവുമുണ്ട്. ഓഹോ, അപ്പൊ ഓന്റെ കളിയാ ഇതെല്ലാം? അതെ പാത്തുമ്മ, പാവം ജിംബു. അവന്റെ ഒരു മാന്ത്രിക മോതിരം നഷ്ടപ്പെട്ടു. അത് ആ ദുഷ്ടശക്തിയുടെ കയ്യിലാണുള്ളത്. അത് തിരികെ വാങ്ങിക്കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അതെ അതെ, പക്ഷേ നമ്മൾ ഇപ്പോൾ പോകുന്നത് കോട്ടയിലേക്കല്ല. പകരം ആ മാന്ത്രിക മോതിരം എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയോ ഒരു മാന്ത്രിക വടിയുണ്ട്. ആ മാന്ത്രിക വടി അന്വേഷിച്ചുള്ള നടത്തമാണ് നമ്മുടേത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇതൊക്കെ കമലയോട് പറയട്ടെ? അയ്യോ പാത്തുമ്മ, ചതിക്കല്ലേ. മമ്മി അറിഞ്ഞാൽ അത് നമ്മുടെ ജിംബുവിനാണ് മോശം. പിന്നെ ജിംബുവിന്റെ കൂടെയുള്ള കൂട്ട് നമുക്കുണ്ടാവില്ല. അതെ അതെ, ജിംബു നമ്മുടെ ചങ്ങാതിയല്ലേ, അവനെ പറഞ്ഞയക്കരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ പഠിച്ചോനെ. ഞാൻ കുറച്ചു നേരം ഇവിടെ കയറി ഇരിക്കട്ടെ. എന്റെ തളർച്ചയൊന്ന് മാറട്ടെ, എന്നിട്ട് ഞാനും പോരാം നിങ്ങളുടെ കൂടെ. എന്തായാലും പെട്ടുപോയില്ലേ. ജിംബുവിന് ഒരാപത്തും കൂടാതെ നമുക്ക് അവനെ രക്ഷിക്കണം. അല്ല പിള്ളേരെ,
അപ്പോൾ ഈ മാന്ത്രിക വടി എവിടെയാ ഉള്ളത്? അതെവിടെയാ ഉള്ളതെന്ന് ഞങ്ങൾക്കും അറിയില്ല പാത്തുമ്മ. അതൊക്കെ ജിംബുവിന് മാത്രമേ അറിയാകൂ. അതെ, മാന്ത്രിക വടി അന്വേഷിച്ചു പോകാൻ രാവിലെ അവനെ വിളിക്കാനാണ് പറഞ്ഞത്. എന്നാ നിങ്ങൾ നോക്കി നിൽക്കാതെ അവനെ വിളിച്ചൂട്, നമുക്ക് വേഗം പോകാമല്ലോ. ആ, അത് ശരിയാണ്, ഞാൻ അവനെ വിളിക്കട്ടെ. ജിംബൂംബ, ജിംബാലു ജിംബു വരട്ടെ. കൽപ്പിച്ചാലും ഹുസൂർ. ഇജ്ജ് വന്നോ? അല്ല ചെറുക്ക, ഇനിയിപ്പം പ്രത്യേകിച്ച് കൽപ്പിക്കാൻ എന്തെന്നുള്ളത്? ഇജ്ജ് മാന്ത്രിക വടി നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വേണം. നമ്മൾ ഉടനെ തന്നെ പുറപ്പെടുകയാണ്. ആ മാന്ത്രിക വടി ഇവിടെ നിന്നും കുറച്ച് ദൂരെയാണുള്ളത്. ആണോ? അപ്പൊ നമ്മൾ എങ്ങനെ പോകും അവിടേക്ക്? അതിനൊരു വഴിയുണ്ട്. അതെന്ത് വഴിയാണ് ജിംബു? എന്റെ കയ്യിൽ ഒരു മാന്ത്രിക തുവാലയുണ്ട്. നമുക്കതിനെ വണ്ടിയായി ഉപയോഗിക്കാം. അതിൽ പോകാം നമുക്ക്. അന്നേരം നമ്മൾ ആകാശത്ത് കൂടിയാണോ പോകുന്നത്? അതെ അതെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ വിമാനത്തിൽ കയറിയിട്ടില്ല. അയ്യോ പാത്തുമ്മ, അതിന് നമ്മൾ വിമാനത്തിലല്ല പോകുന്നത്. വിമാനത്തിലല്ലെങ്കിലും എന്താ, വിമാനം ആകാശത്ത് കൂടെയല്ലേ പോകുന്നത്. അതുപോലെ ജിംബുവിന്റെ വണ്ടിയും ആകാശത്ത് കൂടെയല്ലേ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് രണ്ടും ഒരുപോലെയാ. വെറുതെ അവിടെ നിന്ന് പ്രസംഗിക്കാണ്ട് ഇങ്ങോട്ടേക്ക് വാ. വരൂ, സമയം കളയാതെ നമുക്ക് വേഗം പോകാം. ശബ്ദമല്ലേ ആ കേട്ടത്? ആ ഭൂതം വീണ്ടും വന്നോ? പഠിച്ചോനെ, എനിക്ക് എന്തൊരു അബദ്ധമാണ് പറ്റിയത്. ഞാൻ വെറുതെ ഇന്ന് കരിയില ഭൂതത്തെ പറഞ്ഞ് പേടിപ്പിച്ചു. അവസാനം പണി എനിക്ക് തന്നെ കിട്ടുമോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അതിപ്പോൾ വന്നെന്നെ കടിച്ചു തിന്നു. അല്ലോ പിങ്കി, മോളെ പിങ്കി, ഒന്നിങ്ങോട്ടേക്ക് വാടി. എന്നെ ഇപ്പോൾ ഭൂതം തിന്നുമല്ലോ. എന്തോന്നാ പാത്തുമ്മ, ഉറക്കത്തെണിച്ചിട്ട് മങ്കീന്ന് വിളിക്കുന്നോ? ഇങ്ങനെങ്ങോട്ട് വലിയ ശല്യമായല്ലോ. എന്തെന്നാ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഒറ്റ പോയി കിടന്നാ പോരെ? വെറുതെ മനുഷ്യൻ ഉറക്കത്ത് വിളിച്ച് മങ്കീന്ന് വിളിക്കുന്നു. അയ്യോ മോളെ മങ്കി, അതല്ല. ഓ, പിന്നെ മങ്കീന്ന് വിളിക്കുന്നോ? നിങ്ങൾ എന്തെന്നാ ഞാൻ വേണ്ടത്? അയ്യോ സോറി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മോളെ, പുറത്തു നിന്ന് ആരോ ബെല്ലടിക്കുന്നു. ഓ, ഈ പാത്തുമ്മ നേരത്തെ കാര്യവും ആലോചിച്ച് കിടന്നിട്ട് സ്വപ്നം കണ്ടതായിരിക്കും. അല്ല മോളെ പിങ്കി, സത്യമാ. സത്യമാണെന്നോ? എന്ത് സത്യം? അതെ പിങ്കി, നീ എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ? അല്ലോ, നമുക്ക് പേടിയാവുന്നു. പിങ്കി മോളെ, ആ കരിയില ഭൂതം ഇങ്ങെത്തി. നമ്മളെങ്ങാനാ കരിയില ഭൂതം തിന്ന നമ്മളെ വീട്ടിൽ പോയി പറയണം നമ്മളൊരു ഭൂതം പിടിച്ചു എന്ന്. എനിക്ക് പേടിയാവുന്നു. അതാ മോളെ പിന്നെയും പിന്നെ ആ ശബ്ദം കേൾക്കുന്നു. എന്റെ പാത്തുമ്മ, അത് ഈ മുത്തശ്ശി കൂർക്കം വലിക്കുന്ന ശബ്ദമാണ്. എന്ത്? കൂർക്കം വലിക്കുന്ന ശബ്ദമോ? അതെ, മുത്തശ്ശിക്ക് ഉറക്കത്ത് കൂർക്കം വലിക്കുന്ന സ്വഭാവമുണ്ട്. വെറുതെ ഓരോന്നും ആലോചിച്ചിട്ട് നിൽക്കും. ഈ ശബ്ദമായിരിക്കും പാത്തുമ്മ കേട്ടത്. അല്ല പെണ്ണെ, എന്റെ മുത്തശ്ശി എന്താ ബെല്ലടിക്കുന്നത് പോലെയാണോ കൂർക്കം വലിക്കുക? ഞാൻ അതൊന്നല്ല കേട്ടത്, ബെല്ലടിക്കുന്ന ശബ്ദം തന്നെയാ. ഈ പെണ്ണുങ്ങൾക്ക് ഒരു ചവിട്ടം കിട്ടുകൊടുത്താലോ? ഒരു കൂർക്കം വലിയും കൊണ്ട് വന്നിരിക്കുന്നു. ഓ, കിടത്തം കണ്ടാലേ കരിയില ഭൂതം നേരിട്ട് വന്നാൽ പോലും അറിയില്ല. നിങ്ങൾ ഇത് പറയാനാണോ പായിരാക്ക് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ പെണ്ണ്, എനിക്ക് ചെവി കേൾക്കുന്നില്ലേ? ഞാൻ എന്ത് പറയാനാ വന്നതെന്ന്? എന്നോടല്ലേ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞത് പുറത്തു നിന്നാരോ ബെല്ലടിക്കുന്നുണ്ട് എന്ന്? എന്റെ പാത്തുമ്മ, അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എനിക്കൊരു തോന്നലും തോന്നിയതല്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്, നീ അവിടെ പോയി കിടക്ക്, ഞാൻ ഇവിടെ കിടക്കാം. കൊള്ളാലോ നിങ്ങളെ ബുദ്ധി. അല്ല പിന്നെ, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എടി പിങ്കി, ഞാനിവിടെ തറയിലെങ്ങാൻ കിടന്നോളാം. സത്യമായിട്ടും എനിക്ക് പേടിയാടി. ഓ, ഈ പാത്തുമ്മാനെയും കൊണ്ട്. എന്നാ ഒരു കാര്യം ചെയ്, നിങ്ങളും അവിടെ കിടന്നോ. നല്ല മോള്. ഹമ്പടെ കേമി, അവിടെയാണോ കാര്യം കിടന്നത്?
ആ അതെ, ഇജ്ജി വേണമെങ്കിൽ നിലത്തെങ്ങാൻ പിരിച്ചു കിടന്നോ. ഹോ, ഈ മൂശയുടെ തള്ളയുടെ കൂർക്കം വലി കാരണം ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഹോ എന്റെ പാത്തുമ്മ, നിങ്ങൾ അവിടെ കിടന്ന ഞാൻ എവിടെയാ കിടക്കുക? ഇജ്ജി എവിടെങ്കിലും പോയി കിടക്കടി പെണ്ണേ. അനക്ക് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ അങ്ങ് സോഫയമ്മ പോയി കിടക്ക്. ആഹാ, അമ്പറ പുളിസോ, അങ്ങനെ എന്നെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഇവിടെ കിടക്കണ്ട. ഞാനും ഇവിടെ തന്നെയാ കിടക്കുന്നത്. എടി മങ്കി, എന്റെ മുടി അങ്ങോട്ട് മാറ്റി. എന്റെ മൂക്കിലിട്ടാ മുടി കുത്തുന്നത്. ആ അതൊക്കെ സഹിച്ചു വേണം ഇവിടെ കിടക്കാൻ. എന്നാലും അതാരായിരിക്കും ബെല്ലടിച്ചത്? ഓ, അത് നിങ്ങളെ മാപ്പിള. നിങ്ങളോടാ മിണ്ടാണ്ട് വായും പൂട്ടി കിടക്കാൻ പറഞ്ഞത്. അതെവിടുന്നൊരു ശബ്ദം? എന്തോന്നാ ഈ മണക്കുന്നത്? അയ്യേ, എന്തൊരു നാറ്റമായത്! ഇതാരാ ഇവിടെ കിടക്കുന്നത്? എടി മൂദേവി! അയ്യോ, മുത്തശ്ശി എഴുന്നേറ്റോ? ഹോ, അവളുടെ ഒരു കിടത്തം കണ്ടില്ലേ? ഇവൾ ഇവിടെയാണോടി കിടന്നത്? ആരോട് പറഞ്ഞിട്ടാടി ഇവൾ എന്റെ അടുത്ത് കിടന്നത്? എടി എഴുന്നേൽക്കടി ചക്കപ്പോത്തെ. ഏ, അതാരാ രാവിലെ തന്നെ ചക്കപ്പുഴുക്കിന്റെ കാര്യം പറയുന്നത്? ഇന്നിവിടെ ചക്കപ്പുഴുക്കാണോ? ഓ, കുറെ ദിവസമായി ചക്കപ്പുഴുക്ക് തിന്നണമെന്ന് വിചാരിക്കുന്നു. ചക്കപ്പുഴുക്കല്ലടി മരപ്പോത്തെ. ഏ, അതെവിടുന്ന ഒരു വൃത്തികെട്ട ശബ്ദം? ഞാനിതെവിടെയാ ഉള്ളത്? ഉഗാണ്ടേലി. നിന്നോടാടി പറഞ്ഞത് എഴുന്നേൽക്കാൻ. അല്ലോ, നമ്മളിത് എവിടെയാ ഉള്ളത്? ഇതെങ്ങനെ നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങൾ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത്? ഹോ, അപ്പൊ ഞാൻ ഇവിടെ വന്ന് കിടന്നെന്നാണോ നീ പറയുന്നത്? നീ അല്ലടി എന്റെ അടുത്ത് വന്ന് കിടന്നത്. നിന്നോടാരാടി പറഞ്ഞത് ഇവിടെ വന്ന് കിടക്കാൻ? അങ്ങനെയായിരുന്നോ? നീ ആരോട് ചോദിച്ചിട്ടാടി എന്റെ കൂടെ ഇവിടെ വന്ന് കിടന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ ഇന്നലെ രാത്രി. എടി വായും പൊളിച്ച് നിൽക്കാതെ കാര്യം പറഞ്ഞു കൊടുക്ക്. അത് പിന്നെ മുത്തശ്ശി, ഇന്നലെ രാത്രി പുറത്തു നിന്ന് ആരോ ബെല്ലടിക്കുന്നു എന്ന് പറഞ്ഞ് പാത്തുമാക്ക് പേടിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നതാണ്. അതിന് ഇവിടെ തന്നെ വന്ന് കിടക്കണോ? ഇവിടെ വേറെ എത്രയോ സ്ഥലമുണ്ട്, അവിടെ പോയി കിടന്നാ പോരെ? അല്ല, നിങ്ങൾ എന്ത് ഭർത്താനായി പറയുന്നത്? അതിന് വേറെ എവിടെയും ആളില്ലല്ലോ, ഇവിടെയല്ലേ ആളുള്ളൂ. താർക്കുത്തരം പറയുന്നോടി. വേലക്കാരി ആയാലേ വേലക്കാരിന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ കൊച്ചമ്മ ചമയരുത്. നിന്നോടാ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞത്. അയ്യോ വേണ്ട മുത്തശ്ശി, പാവം പാത്തുമ്മയെ ചീത്ത പറയണ്ട. നിങ്ങളൊക്കെ കൂടിയിട്ടാ ഇവക്കിങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്. കൊത്തി കൊത്തി ഇവളിപ്പം മുറത്തക്കാരിയല്ലേ കൊത്തുന്നത്. എടി പോയി അടുക്കളത്തെ ജോലി മുഴുവൻ ചെയ്തു തീർക്ക്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. പാവം പാത്തുമ്മ. മുത്തശ്ശി എന്തിനാ പാത്തുമ്മ ഇങ്ങനെ ചീത്ത പറയുന്നത്? പാത്തുമ്മ പാവമാണ്, ഞങ്ങൾക്കെല്ലാം പാത്തുമ്മ ഇഷ്ടമാണ്. ഓ, അവളുടെ ഒരു കിന്നാരം പറച്ചിൽ എനിക്ക് കണ്ണെടുത്താ കണ്ടൂട അവളെ. അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. ഒരു പാത്തുമ്മ വന്നിരിക്കുന്നു. പോത്തുമ്മയാ, പോത്തുമ്മ. പോത്ത് എന്നുള്ള പേര് അവൾക്ക് ചേരുക. ഈ മുത്തശ്ശിയും കൊണ്ട് വലിയ ശല്യമായല്ലോ. പാത്തുമ്മയെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. മുത്തശ്ശീനിയാ ഇവിടുന്ന് കെട്ടിക്കേണ്ടത്, അല്ലാണ്ട് പാത്തുമ്മാനെ അല്ല. പാവം എന്ത് ചെയ്യുന്നു എന്ന് ചെന്ന് നോക്കാം. അയ്യോ, ദേ അവിടെ വിഷമിച്ച് നിൽക്കുന്നു. പാത്തുമ്മ. എന്താ മോളെ പിങ്കി? അയ്യോ പാത്തുമ്മ, നിങ്ങൾക്ക് വിഷമമായോ? ആ മോളെ, വിഷമമായി. എന്തിനാ പാത്തുമ്മ വിഷമമായത്? മുത്തശ്ശി ചീത്ത പറഞ്ഞിട്ടാണോ? അല്ല മോളെ. ചീത്ത പറഞ്ഞിട്ടല്ലേ, പിന്നെ എന്തിനാ വിഷമമായത്? അത് പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചക്കപ്പുഴുക്കിന് ആഗ്രഹിച്ചു പോയി. അതില്ലാത്തതിന്റെ വിഷമം എനക്ക്. കുറച്ച് ചക്കപ്പുഴുക്ക് എവിടുന്നെങ്കിലും വേണമായിരുന്നു. ഈ പാത്തുമ്മാന്റെ ഒരു കാര്യം, ഇവിടുന്ന് ചക്ക എന്ന് പറയുമ്പോ മാങ്ങ എന്ന് പറയുന്നു. അല്ല മോളെ, ചക്കയും മാങ്ങയും ഒന്നുമല്ല, ചക്കപ്പുഴുക്ക്. ഒലക്ക. നിങ്ങൾക്ക് മുത്തശ്ശിന്റെ അടുത്തുനിന്നേ ചീത്തയല്ല കൊള്ളേണ്ടത്, തല്ല കൊള്ളേണ്ടത്. രാവിലെ തന്നെ ചക്കപ്പുഴുക്കും കൊണ്ട് വന്നിരിക്കുന്നു.